79 വർഷമായി ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ പ്രസംഗിക്കുന്നു. ഈ 79 പ്രസംഗത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം 103 മിനിറ്റ്. ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വലിയ ബജറ്റ് പ്രസംഗം പോലെയായിരുന്നു മോദിയുടെ ആവേശോജ്വലമായ പ്രസംഗം. തൻ്റെ അടുത്ത സ്വപ്നങ്ങൾ മുഴുവൻ മോദി അവിടെ വിളമ്പി. ഒപ്പം ഈ നാടിനെ എങ്ങനെയാണ് കരുതലോടെ സംരക്ഷിക്കുന്നത് എന്നും മോദി പ്രസംഗത്തിൽ പറഞ്ഞു. വോട്ട് അട്ടിമറി വിവാദത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടി മോദിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ തരക്കേടില്ലാത്ത വിജയം നേടി മുമ്പോട്ട് പോകുന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മോദിയുടെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കാണ്. എ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന വിധത്തിലുള്ള ഒരു അത്യുഗ്രൻ പ്രസംഗമായിരുന്നു മോദി നടത്തിയത്. പാകിസ്ഥാനെ വെല്ലുവിളിച്ചുകൊണ്ട് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് സിന്ധു നദീജല കരാറിൽ ഒരു പുനർചിന്തനയും ഇല്ല എന്ന് മറുപടി പറഞ്ഞു. ആണവ ഭീഷണിയെക്കുറിച്ച് ഇന്ത്യയെ വിരട്ടാമെന്ന് കരുതണ്ടെന്ന് പറഞ്ഞു. സിന്ധു നദിയിൽ അണക്കെട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ അത് തകർത്ത് ലോകത്തിൻ്റെ പാതി ജനതയെ നശിപ്പിക്കുമെന്ന പാകിസ്ഥാൻ്റെ ഭീഷണിക്ക് ഇന്ത്യ പുല്ലുവിലയാണ് കൊടുക്കുന്നത് എന്ന് പ്രഖ്യാപനം. ഓപ്പറേഷൻ സിന്ദൂർ അതിനുള്ള തിരിച്ചടിയാണ്. ഇന്ത്യൻ ശബ്ദമാണ്. ഇനിയും ഇത്തരം തിരിച്ചടികൾ പ്രതീക്ഷിക്കാം എന്ന മുന്നറിയിപ്പ്. ട്രംപിൻ്റെ പേരെടുത്ത് പറയുകയോ അമേരിക്കയുടെ താരിഫിനെക്കുറിച്ച് സൂചിപ്പിക്കുകയോ ചെയ്യാതെ ലോകവിപണിയെ ഇന്ത്യ നിയന്ത്രിക്കുന്ന കാലം വരുമെന്നും അപ്പോൾ ഡോളറിനെയും പൗണ്ടിനെയും ഒന്നും ആശ്രയിക്കേണ്ടി വരില്ല എന്നുമുള്ള മറുപടി വാസ്തവത്തിൽ ട്രംപിനു കൂടിയുള്ള സന്ദേശമാണ്. ആത്മനിർഭർ ഭാരതിലൂടെ യുദ്ധോപകരണങ്ങളും യുദ്ധവിമാനങ്ങളും പോലും ഇന്ത്യ നിർമ്മിക്കാൻ പോവുകയാണെന്ന് മോദി പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുടെ പുതിയ നയം അങ്ങനെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളെയോ റഷ്യയോ ആശ്രയിച്ചുകൊണ്ട് പ്രതിരോധ വിപണിയെ കൈകാര്യം ചെയ്യുന്ന രീതി മാറി. എവിടെ നിന്ന് ആയുധങ്ങൾ എത്തിച്ചാലും ആയുധം ഇവിടെ നിർമ്മിക്കണമെന്നതാണ് ഇന്ത്യയുടെ പുതിയ നയം. അങ്ങനെ ഇന്ത്യ യുദ്ധവിമാനങ്ങൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കുകയാണ്. ഇന്ത്യയുടേതായ ഒരു AI ആവാസ വ്യവസ്ഥയ്ക്ക് രൂപം കൊടുക്കും. നിർമ്മിതി ബുദ്ധിയിൽ ഇന്ത്യ ലോകത്തെ നിയന്ത്രിക്കും. ബജറ്റിൽ എന്നതുപോലെ 1 ലക്ഷം കോടി രൂപ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ പ്രഖ്യാപിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. 15,000 രൂപ ഏത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയാലും ഒരാൾക്ക് കൊടുക്കും എന്നത് ചെറിയ കാര്യമല്ല.